കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരി ഓം. ശ്രീമദ് ഭാഗവത വിചാരമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. പ്രഥമസ്കന്ധത്തിൽ 8-ാം അധ്യായമാണ് ഇന്ന് നാം നോക്കുന്നത്. ഇന്നലെ നമ്മൾ കേട്ടതായിട്ടുള്ള കഥ അശ്വത്ഥാമാവിൻ്റെ കാര്യമാണ്. ദുര്യോധനനെ ഗദായുദ്ധത്തിൽ പരാജയപ്പെടുത്തി ആ ദുര്യോധനൻ തൻ്റെ തുടയെല്ല് മുറിഞ്ഞ് യുദ്ധക്കളത്തിൽ വീണുകിടക്കുന്നത് കണ്ടതായിട്ടുള്ള അശ്വത്ഥാമാവും കൃപരും കൃതവർമാവും കൂടി പാണ്ഡവരുടെ ശിബിരത്തിന് തീയിടുന്നു, കുട്ടികളെയൊക്കെ വധിക്കുന്നു. ആ വാർത്ത അറിഞ്ഞതായിട്ടുള്ള അർജുനൻ പാഞ്ചാലിയെ ആശ്വസിപ്പിക്കുന്നതിനും അതിന് പ്രതികാരം ചെയ്യുന്നതിനുമായി അശ്വത്ഥാമാവിനെ പിടിച്ചുകൊണ്ടുവരുന്നു. പാഞ്ചാലിയാണെങ്കിൽ ഗുരുപുത്രനായിട്ടുള്ള അശ്വത്ഥാമാവിനെ അഴിച്ചുവിടുന്നതിന് നിർദ്ദേശിക്കുകയാണ്. എന്നാൽ ഭീമന് അശ്വത്ഥാമാവിനെ വധിക്കണമെന്നായിരുന്നു ആദതായി ആയതിനാൽ, എങ്കിലും ബ്രാഹ്മണനായതുകൊണ്ടും ഗുരുപുത്രനായതുകൊണ്ടും എല്ലാം അദ്ദേഹത്തെ അപമാനിച്ചു വിടുക എന്നുള്ള രീതിയിൽ ശിരസിലുള്ള ശിരോരത്നം എടുക്കുന്നു, ഒപ്പം വിരൂപനാക്കി വിടുന്നതുമായിട്ടുള്ള രംഗമാണ് കണ്ടത്. പിന്നീട് കുന്തിദേവി, പാണ്ഡവന്മാർ, പാഞ്ചാലി, സുഭദ്ര, ഉത്തര, ധൃതരാഷ്ട്ര മഹാരാജാവ്, ഗാന്ധാരി, അതുപോലെ ദുര്യോധനൻ തുടങ്ങിയിട്ടുള്ളവരുടെ പത്നിമാർ, ഇവരെല്ലാവരും കൂടി ഭഗവാൻ ശ്രീകൃഷ്ണനെ മുൻനിർത്തി ഗംഗാതീരത്തെത്തി. ഭഗവത് പാദതീർത്ഥമായിട്ടുള്ള ഗംഗയിൽ സ്നാനം ചെയ്ത് മരിച്ചുപോയ ബന്ധുക്കൾക്കൊക്കെ ഉദകക്രിയ ചെയ്തു. എല്ലാവരും വളരെ ദുഃഖിതരായിരുന്നു. കുന്തിദേവിക്കാണെങ്കിൽ തൻ്റെ മൂത്ത മകൻ കർണൻ മരിച്ചതായിട്ടുള്ള ദുഃഖം, യുധിഷ്ഠിരനാണെങ്കിൽ ജ്യേഷ്ഠനാണ് എന്നറിയാതെ കർണനെ കൊല്ലിച്ചതിലുള്ള ദുഃഖം. ഇവരൊക്കെ വിജയിച്ച ആളുകളാണ്, എങ്കിലും യുദ്ധം കഴിഞ്ഞും ഇവർക്കൊക്കെ ദുഃഖമാണ്. പാഞ്ചാലിക്കാവട്ടെ തൻ്റെ 5 പുത്രന്മാരും കൊല്ലപ്പെട്ടതുകൊണ്ടുള്ള ദുഃഖം. അർജുനൻ, സുഭദ്ര തുടങ്ങിയിട്ടുള്ളവർക്ക് അഭിമന്യു മരിച്ചതിലുള്ള ദുഃഖം. ധൃതരാഷ്ട്രർക്കും ഗാന്ധാരിക്കും തങ്ങളുടെ 100 പുത്രന്മാരും മരിച്ചതായിട്ടുള്ള ദുഃഖം. കരയുന്ന അവരെയൊക്കെ ഭഗവാൻ ശ്രീകൃഷ്ണൻ സാന്ത്വന വാക്കുകളെ കൊണ്ട് സമാശ്വസിപ്പിച്ചു. ഭാരതയുദ്ധം എന്നുള്ളത് കാലത്തിൻ്റെ നിശ്ചയമാണ്. ആർക്കും അതിനെ തടുക്കാൻ കഴിയുമായിരുന്നില്ല. വരാനുള്ളത് വന്നേ പറ്റൂ തുടങ്ങിയ രീതിയിലൊക്കെ ഭഗവാൻ അവരെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ സമാശ്വസിപ്പിച്ച് എല്ലാവരും മടങ്ങി ഹസ്തിനാപുരി രാജധാനിയിലേക്ക് തിരിച്ചെത്തി. ശ്രീകൃഷ്ണൻ മുൻകൈയെടുത്ത് 3 അശ്വമേധയാഗങ്ങളെ കൊണ്ട് യുധിഷ്ഠിരനെ യജിപ്പിച്ചു, അഥവാ 3 അശ്വമേധയാഗങ്ങൾ ചെയ്യിപ്പിച്ചു. എന്തെല്ലാം പാപങ്ങളുണ്ടെങ്കിലും അതൊക്കെ നശിക്കുന്നതിന് വേണ്ടി അശ്വമേധയാഗം വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കീർത്തി ലോകത്തെല്ലാം വ്യാപിപ്പിച്ചു. പാണ്ഡവരോട് യാത്ര പറഞ്ഞ് സാത്യകിയോടും ഉദ്ധവനോടും ഒന്നിച്ച് ഭഗവാൻ ദ്വാരകയിലേക്ക് യാത്രയാവാണ്. വ്യാസൻ, ധൗമ്യൻ തുടങ്ങിയ മഹർഷിമാരെ ഭഗവാൻ നമസ്കരിച്ചു. അവർ ഭഗവാനെ ഇങ്ങോട്ട് പൂജിച്ചു. യാത്ര പോകാൻ വേണ്ടി തേരിൽ കയറാൻ ആരംഭിച്ചപ്പോഴാണ് ഉത്തര, അഭിമന്യുവിൻ്റെ പത്നിയായിരിക്കുന്ന ഉത്തര കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത് കണ്ടത്. വിരാട രാജാവിൻ്റെ മകളാണ് ഈ ഉത്തര, അഭിമന്യുവിൻ്റെ ഭാര്യയാണ്. വിവാഹം കഴിഞ്ഞ് ഏകദേശം ഒരു 6 മാസത്തോളം മാത്രമേ
ഉത്തരയ്ക്ക് അഭിമന്യുവിനോട് ഒന്നിച്ച് ജീവിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ആ ഉത്തരയെ കണ്ടുമുട്ടുന്നതാണെങ്കിൽ പാണ്ഡവരുടെ അജ്ഞാതവാസകാലത്താണ് ഉത്തരയെ കണ്ടുമുട്ടുന്നത്. ആ അജ്ഞാതവാസകാലത്ത് വിരാട രാജധാനിയിലാണല്ലോ എല്ലാവരും വേഷം മാറി താമസിക്കുന്നത്. യുധിഷ്ഠിരൻ ഒരു കങ്കബ്രാഹ്മണൻ എന്നുള്ള പേരിൽ ചൂതുകളിക്കും മറ്റുമൊക്കെയായിട്ട് അവിടെ രാജാവിനെ സഹായിച്ചുകൊണ്ടും പറഞ്ഞു കൊടുത്തിട്ടും അവിടെ ഉണ്ടായിരുന്നു. ഭീമസേനനാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പാചകക്കാരൻ വലലൻ എന്നുള്ള പേരിൽ അവിടെ പാചകക്കാരനായിട്ട് കൂടി. അർജുനനാണെങ്കിൽ പണ്ട് ഉർവശിയുടെ ശാപം മൂലം നപുംസകമായി തീർന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നപുംസകമായി തീരട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിച്ചിട്ടുണ്ടായിരുന്നു. ആ ശാപമാണ് അർജുനൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് വനവാസകാലത്ത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു നപുംസകമായിട്ടാണ് അവിടെയുള്ളത്. ബൃഹന്നള എന്നുള്ള പേരിൽ അന്തഃപുരത്തിൽ നൃത്തം പഠിപ്പിക്കാൻ അർജുനൻ തുടങ്ങി. നകുല സഹദേവന്മാർ അവിടുത്തെ കുതിരയെ സൂക്ഷിക്കുന്ന ആളായിട്ടും കുതിരയെ പരിപാലിക്കുന്ന ആളായിട്ടും അതുപോലെ തന്നെ ഗോശാല സംരക്ഷകരായിട്ടും മാറി. പാഞ്ചാലിയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ദാസിയായിട്ടും മാറി. ഇങ്ങനെയാണല്ലോ അവർ വിരാട രാജധാനിയിൽ താമസിക്കുന്നത്. അങ്ങനെ അർജുനൻ വളരെ മനോഹരമായിട്ട് നൃത്തം പഠിപ്പിക്കുന്നു. ഉത്തര നൃത്തം പഠിക്കുന്നുണ്ട്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി. അജ്ഞാതവാസക്കാലം കഴിയാറാകുമ്പോഴാണ് കൗരവർ ആ വിരാട രാജധാനിയിലെ പശുക്കളെ മുഴുവൻ, പശുസമ്പത്തിനെ അപഹരിക്കുന്നതും അർജുനൻ അതിനെ വീണ്ടെടുക്കുന്നതും. ഉത്തരനെ തേര് തെളിക്കാൻ വേണ്ടി ഏർപ്പാടാക്കി. അർജുനൻ്റെ ഒരു വൻ പരാക്രമമാണ് അവിടെ കാണുന്നത്. കൗരവരിൽ കർണനും അതുപോലെ മറ്റെല്ലാ ആളുകളും ഒരുമിച്ച് വന്നതായിട്ടുള്ള സൈന്യത്തെ മുഴുവൻ അർജുനൻ ഒറ്റയ്ക്ക് പരാജയപ്പെടുത്തിയിട്ടാണ് പശുസമ്പത്തിനെ തിരിച്ചു കൊണ്ടുവരുന്നത്. അവസാനം ആ രഹസ്യം വെളിവാകുന്നു. ബൃഹന്നള എന്നുള്ളത് മറ്റാരുമായിരുന്നില്ല, മധ്യമ പാണ്ഡവനായിരിക്കുന്ന സാക്ഷാൽ കിരീടി അല്ലെങ്കിൽ അർജുനനായിരുന്നു. സവ്യസാചിയായ ഗാണ്ഡീവധാരിയായിട്ടുള്ള അർജുനനാണ് അവിടെ ബൃഹന്നള എന്ന പേരിൽ ഉണ്ടായിരുന്നത് എന്ന്, ഒപ്പം മറ്റ് പാണ്ഡവരുടെ എല്ലാവരുടെയും ആ ഒരു ഐഡൻറ്റിറ്റി വെളിവാക്കപ്പെട്ടു. അതോടുകൂടി ഉത്തരയ്ക്ക് അർജുനനോട് അനുരാഗമാവുകയാണ്. ഉത്തര അർജുനനെ വിവാഹം കഴിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു. ആ വിവരം പറഞ്ഞ സമയത്ത് അർജുനൻ പറയുന്നുണ്ട്, നീ എൻ്റെ ശിഷ്യയാണ്. ശിഷ്യയെ വിവാഹം കഴിക്കുക, ശിഷ്യപുത്രിക്ക് സമമായതുകൊണ്ട് ശിഷ്യയെ വിവാഹം കഴിക്കുക എന്നുള്ളത് ശാസ്ത്രസമ്മതമല്ല. അതുകൊണ്ട് ഞാനതിന് ഒരുക്കമല്ല. എന്നാൽ നിന്നെ നിരാശപ്പെടുത്തൊന്നുമില്ല. എൻ്റെ പുത്രനായിരിക്കുന്ന അഭിമന്യുവിനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കാം. വീരനായിട്ടുള്ള ആളാണ്, പ്രശസ്തനാണ്, മഹായോദ്ധാവാണ്. അങ്ങനെയാണ് അഭിമന്യു ഉത്തരയെ വിവാഹം കഴിക്കുന്നത്. അങ്ങനെ അജ്ഞാതവാസം എല്ലാം കഴിഞ്ഞ് അധികം വൈകാതെ മഹാഭാരത യുദ്ധവും വന്നു ചേർന്നു. അതുകൊണ്ടാണ് വളരെ ചെറിയ കാലയളവിൽ മാത്രമാണ് ഇവരുടെ ഗൃഹസ്ഥാശ്രമം ഉണ്ടായത്. അല്ലെങ്കിൽ ആ ഭാര്യാഭർത്താക്കന്മാർക്ക് ഒരുമിച്ച് ജീവിക്കാൻ വളരെ കുറച്ച് പരിമിതമായിട്ടുള്ള കാലം മാത്രമേ കിട്ടിയുള്ളൂ. മഹാഭാരത യുദ്ധത്തിൽ 13-ാം ദിവസം ചക്രവ്യൂഹത്തിൽപ്പെട്ട് വീരനായ അഭിമന്യു കൊല്ലപ്പെടുകയും ചെയ്തു. അങ്ങനെയുള്ള ആ ഉത്തരയാണ് ഇപ്പോൾ ഓടി വരുന്നത്. ഉത്തരയാകട്ടെ ഗർഭിണിയുമാണ്. ആ വിരാട രാജകുമാരിയായിട്ടുള്ള ഉത്തര ഭഗവാന്റെ നേരെ ഓടി വരുന്നുണ്ട്. ഭയവിഹ്വലയായിട്ടാണ് ഉത്തര ഓടി വരുന്നത്. ഓടി വന്ന് ഭഗവാന്റെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് പറയുന്നു, പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പതേ നാന്യം ത്വദഭയം പശ്യേ എത്ര മൃത്യുഃ പരസ്പരം. ദേവന്മാരുടെ ദേവനും ജഗന്നാഥനും മഹായോഗിയുമായിട്ടുള്ള ഹേ ഭഗവാനെ, അവിടുന്ന് എന്നെ രക്ഷിക്കണേ. അവിടുന്നല്ലാതെ വേറൊരു രക്ഷാസ്ഥാനം എന്നുള്ളത് എനിക്ക് കാണാനേ കഴിയുന്നില്ല.
കാരണം മറ്റെല്ലാവരും മരണഭയമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ആർക്കാരെയാണ് രക്ഷിക്കാൻ സാധിക്കുക? എന്നാൽ അങ്ങ് ജഗത്തിൻ്റെ മുഴുവൻ പതിയാണെന്നുള്ളത് എനിക്കറിയാം, അതുകൊണ്ട് രക്ഷിക്കണേ. എന്താണ് ഇത്ര രക്ഷിക്കാനുള്ള കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉത്തരം പറയണു, അതിഭയങ്കരമായിട്ടുള്ള ഒരു ദിവ്യമായിട്ടുള്ള അസ്ത്രം ഇതാ കത്തിജ്വലിച്ചുകൊണ്ട് എൻ്റെ നേരെ പാഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഭഗവാനെ, എനിക്ക് മരിക്കുന്നതിൽ യാതൊരു സങ്കടവും ഇല്ല. കാരണം ഈ ചെറുപ്രായത്തിൽ തന്നെ വൈധവ്യ ദുഃഖഭാരം ഏൽക്കേണ്ടി വന്ന ഒരു രാജകുമാരിയാണ് ഉത്തര. ആ കാലത്ത് വൈധവ്യം എന്നുള്ളത് വലിയ പ്രയാസമേറിയ ഒരു കാര്യമാണ്. എല്ലാ കാലത്തും അങ്ങനെയാണ്, എങ്കിലും അന്നത്തെ കാലത്ത് കുറേ കൂടുതലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ജീവിതകാലം മുഴുവൻ ആ വൈധവ്യ ദുഃഖവും ഏറിയിട്ടാണ് ജീവിക്കേണ്ടി വരിക. അതുകൊണ്ട് ഒരുപക്ഷെ മരണമായിരിക്കാം ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് ഉത്തര പറയുന്നത്, ഭഗവാനെ, എനിക്ക് മരിക്കുന്നതിൽ യാതൊരു സങ്കടവുമില്ല. പക്ഷേ എൻ്റെ ഉദരത്തിലുള്ളതായിട്ടുള്ള ഒരു കുഞ്ഞ് ഈ പാണ്ഡവ വംശത്തിൻ്റെ വംശതന്തുവാണ്. മറ്റുള്ളവരൊക്കെ കൊല്ലപ്പെട്ടു, ആ കൂട്ടക്കൊലയിൽ എല്ലാവരും മരിച്ചുവല്ലോ. അപ്പം അതുകൊണ്ട് ഈ ശ്രേഷ്ഠമായിട്ടുള്ള ആ വംശത്തിനുള്ള വംശതന്തുവായിരിക്കുന്ന ഈ കുഞ്ഞ് എൻ്റെ ഗർഭത്തിലായതുകൊണ്ട് ഭഗവാനെ, എൻ്റെ ഗർഭത്തിലെ കുഞ്ഞിനെ രക്ഷിക്കണേ. അശ്വത്ഥാമാവ് പാണ്ഡവ വംശം നശിക്കട്ടെ എന്ന് സങ്കല്പിച്ച് രണ്ടാമതും ബ്രഹ്മശിരസ് എന്നുള്ള അസ്ത്രം പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആ ദിവ്യാസ്ത്രമാണ് അത് എന്ന് ഭഗവാൻ മനസ്സിലാക്കി. അപ്പോൾ 5 പാണ്ഡവരുടെ നേരെയും ഉത്തരയുടെ ഗർഭത്തിലെ ശിശുവിൻ്റെ നേരെയുമാണ് ഈ അശ്വത്ഥാമാവ് അപമാനിതനായി പോയതിനു ശേഷം ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നത്. നേരത്തെ നമ്മൾ അദ്ദേഹത്തെ അപമാനിച്ചു വിടുന്നത് കണ്ടുവല്ലോ. ആ പകയോടു കൂടിയിട്ടാണ് അശ്വത്ഥാമാവ് ഇനി മേലിൽ പാണ്ഡവ വംശം തന്നെ ഉണ്ടാകരുത് എന്നുള്ള സങ്കല്പത്തോടുകൂടി ഈ ബ്രഹ്മശിരസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബ്രഹ്മാസ്ത്രത്തെ 6 തിരിച്ച് വിടുന്നത്. പഞ്ചപാണ്ഡവന്മാരുടെ നേരെയും ഉത്തരയുടെ ഗർഭത്തിലുള്ള ശിശുവിൻ്റെ നേരെയും. പാണ്ഡവരുടെ നേരെ വന്നതെല്ലാം അതിനെ നിഷ്പ്രഭമാക്കി. എന്നാൽ ഉത്തരയുടെ ഗർഭസ്ഥ ശിശുവിൻ്റെ നേരെ വന്നതായിട്ടുള്ള ആ ബ്രഹ്മശിരസ് എന്ന് പറയുന്നതായിട്ടുള്ള അസ്ത്രത്തെ കണ്ടാണ് ഉത്തര ഭയപ്പെട്ട് ഓടി വരുന്നത്. അശ്വത്ഥാമാവിൻ്റെ ദിവ്യാസ്ത്രം 6 പിരിഞ്ഞു വരികയാണ് എന്നുള്ളത് കണ്ടു. അങ്ങനെ തന്നെ സർവാത്മന ആശ്രയിച്ചവരാണ് പാണ്ഡവന്മാർ, അവരെ രക്ഷിക്കാൻ താൻ കടപ്പെട്ടവനാണ്. ഇങ്ങനെയൊക്കെ നിശ്ചയിച്ച് ഭക്തവത്സലനായിട്ടുള്ള ഭഗവാൻ പാണ്ഡവന്മാർക്ക് നേരെ വന്നതായിട്ടുള്ള ദിവ്യാസ്ത്രത്തെ സുദർശനം കൊണ്ട് തടുത്തു. എല്ലാവരിലും അന്തര്യാമി സ്വരൂപത്തിൽ വിളങ്ങുന്നവനായിട്ടുള്ള ആ ഭഗവാൻ ഉത്തരയുടെ ഗർഭത്തിൽ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അങ്കുഷ്ഠമാത്ര രൂപനായിട്ട്, അങ്കുഷ്ഠൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ളവരലിൻ്റെ വലിപ്പത്തിലൊരു ചെറിയ രൂപത്തിൽ ആ ഉത്തരയുടെ ഗർഭത്തിലേക്ക് പ്രവേശിക്കുന്നു. ഉത്തരയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ച് സ്വമായയാ ആവൃണോദ്ഗർഭം വൈരാട്യാ കുരുതന്തവേ. വിരാട രാജകുമാരിയായിരിക്കുന്ന ആ ഉത്തരയുടെ ഗർഭത്തിലേക്ക് ഭഗവാൻ പ്രവേശിച്ച് തൻ്റെ യോഗമായ ശക്തി കൊണ്ട് കുഞ്ഞിനെ ആവരണം ചെയ്ത് 2 തരത്തിൽ പറയുന്നുണ്ട്. തൻ്റെ യോഗമായ ശക്തി കൊണ്ട് ആവരണം ചെയ്ത് സുദർശനാസ്ത്രം കൊണ്ട് ആ കുഞ്ഞിനെ രക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ തൻ്റെ കൗമോദകി എന്നുള്ള ഗദ കൊണ്ടും കുഞ്ഞിനെ രക്ഷിച്ചു എന്നുള്ളതും പറയുന്നുണ്ട്. ഏതാണെങ്കിലും ഭഗവാൻ ആ കുഞ്ഞിനെ ആ ബ്രഹ്മാസ്ത്രത്തിൻ്റെ പ്രഭാവത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ചക്രം കൊണ്ട് രക്ഷിച്ചു. എന്നിട്ടിവിടെ വളരെ വിശേഷമായിട്ടുള്ളൊരു കാര്യം പറയുകയാണ് വേദവ്യാസ മഹർഷി. യദ്യപ്യസ്ത്രം ബ്രഹ്മശിരസ്ത്വമോഘം ച അപ്രതിക്രിയം വൈഷ്ണവം തേജ ആസാദ്യ സമശാമ്യത് ഭൃഗൂദ്വഹ. ഈ ബ്രഹ്മാസ്ത്രം അല്ലെങ്കിൽ ബ്രഹ്മശിരസ് എന്ന് പറയുന്നതായിട്ടുള്ള അസ്ത്രം പ്രത്യസ്ത്രമില്ലാത്തതാണ്. അതായത് അതിനെ തടുക്കാൻ സാധിക്കില്ല, ഒരിക്കലും പാഴായി തീരാത്തതുമാണ്. അതുകൊണ്ടാണ്
അമോഘമാണ്, അപ്രതിക്രിയമാണ് എന്ന് പറഞ്ഞത്. അമോഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഘമാകാത്തത്, വ്യർത്ഥമാകാത്തത്. അത് അയച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവൻ നശിക്കും, അല്ലെങ്കിൽ ഒന്നുകിൽ അതിൻ്റെ ലക്ഷ്യം അത് തീർച്ചയായിട്ടും ഭേദിക്കും, അല്ലെങ്കിൽ ലോകത്തെ നശിപ്പിക്കും. അതുകൊണ്ടാണത് വ്യർത്ഥമാകാത്തതാണ്. മാത്രമല്ല അതിനെ തടയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എങ്കിലും ഭഗവാന്റെ തേജസ്സിൽ അത് അടങ്ങി. വൈഷ്ണവം തേജ ആസാദ്യ. കാരണം ബ്രഹ്മാസ്ത്രത്തിനും ശക്തി നൽകുന്നത് ഭഗവാനായതുകൊണ്ട് ആ ഭഗവാന്റെ പ്രഭാവത്തിൽ അത് അടങ്ങുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ പറയുന്നു വിശേഷമായിട്ടുള്ളൊരു കാര്യം, മാമംസ്ഥാഹേതദാശ്ചര്യം സർവ ആശ്ചര്യമയച്യുതേ. ഹേ പരീക്ഷത്തെ, ഇത് വലിയൊരു ആശ്ചര്യമായിട്ട് കാണേണ്ടതില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഭഗവാൻ തന്നെ ഏറ്റവും വലിയ ആശ്ചര്യ സ്വരൂപനല്ലേ? തൻ്റെ മായാശക്തി കൊണ്ട് ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നവനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന്റെ എല്ലാ ലീലകളും ആശ്ചര്യങ്ങളല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ആ ഭഗവാനിൽ ഇതെല്ലാം സംഭവിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് വിശേഷമായിട്ട് ഈ ഗർഭകാലത്തൊക്കെ, ഗർഭകാലം എന്നുള്ളത് വിശേഷമായിട്ട് പറയുകയാണ്, ഗർഭിണികളായിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ആ ഗർഭിണികൾ ഏതെങ്കിലും ഈശ്വരനാമമൊക്കെ ദിവസവും ജപിക്കുന്നത് വളരെ വിശേഷമാണ് എന്ന് പറയുന്നത്. കാരണം ആ ഗർഭസ്ഥ ശിശുവിന് എന്തെങ്കിലും തരത്തിലുള്ള ആപത്തുകളോ ദോഷങ്ങളോ ഒന്നുമില്ലാതെ വേണ്ട ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി ബുദ്ധിശക്തിയുള്ള നല്ല ഉത്തമ സന്താനങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി സർവ അമേയനായിരിക്കുന്ന അപ്രമേയ പരാക്രമങ്ങളോട് കൂടിയതായിട്ടുള്ള ആ ഭഗവാന്റെ നാമം ജപിക്കുന്നത് തീർച്ചയായും ആ കുഞ്ഞുങ്ങളുടെ രക്ഷയ്ക്ക് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് എന്നും ഇവിടെ സൂചിപ്പിക്കുകയാണ്. കാരണം എല്ലാ ദോഷങ്ങളെയും തീർക്കാൻ ഭഗവാന്റെ നാമത്തിനും ഭഗവാനും സാധിക്കുന്നതുകൊണ്ട് ഇവിടെയും ആ ഉത്തരയുടെ ഗർഭസ്ഥ ശിശുവിനെ ഭഗവാൻ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരാൾ അവിടെയുണ്ട്, കുന്തിദേവി. ആ കുന്തിദേവി ഈ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ കുന്തിദേവി പാണ്ഡവരോടും പാഞ്ചാലിയോടും സുഭദ്രയോടും ഉത്തരയോടുകൂടിയൊക്കെ കൂടി വന്ന് ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് സ്തുതിക്കാൻ തുടങ്ങുകയാണ്. ഭാഗവത്തിൽ വളരെ വിശേഷമായിട്ടുള്ള കുന്തി സ്തുതി ഇവിടെയാണ് വരുന്നത്. കുന്തിദേവി ഭഗവാനെ നമസ്കരിച്ച് സ്തുതിക്കാൻ തുടങ്ങുകയാണ്. നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. ഹേ ഭഗവാനെ, ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു എന്ന് പറയുകയാണ്. വാസ്തവത്തിൽ കുന്തിദേവിയുടെ ജ്യേഷ്ഠനാണ് വസുദേവർ. ആ വസുദേവരുടെ പുത്രനാണ് കൃഷ്ണൻ. അതുകൊണ്ട് കുന്തിക്ക് തൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ എന്ന നിലയിൽ കൃഷ്ണനോട് അത്യധികം വാത്സല്യമുണ്ട്. എന്നാൽ സാക്ഷാൽ കൃഷ്ണൻ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് എന്ന് അറിയുന്നതുകൊണ്ട് ഭക്തിയുണ്ട്. അങ്ങനെ ഭക്തിയും വാത്സല്യവും എല്ലാം ഇടകലർന്നതായിട്ടുള്ള ആ ഭാവത്തിലാണ് കുന്തിദേവി ഭഗവാനെ സ്തുതിക്കുന്നത്. എന്നിട്ടാണ് പറയുന്നത് നമസ്യേ പുരുഷം ത്വാദ്യം എന്ന് പറയണം. നമസ്യേ, ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ആരെയാണ് നമസ്കരിക്കുന്നത്? ആദ്യം ഈശ്വരം പ്രകൃതേ പരം, പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപ് തന്നെയുള്ളവനും പ്രകൃതിക്ക് അതീതനും എല്ലാ ജീവജാലങ്ങളുടെയും അകത്തും പുറത്തും നിറഞ്ഞവനും ആർക്കും അറിയാൻ കഴിയാത്തവനും എല്ലാറ്റിൻ്റെയും നിയന്താവും പരമപുരുഷനുമായിരിക്കുന്ന ഹേ ഭഗവാനെ, ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. നാടകം കാണുന്നവർക്ക് ആ നടൻ്റെ വേഷമല്ലേ കാണാൻ കഴിയൂ, നടൻ്റെ പരമാർത്ഥ രൂപം അറിയാൻ കഴിയില്ല. അതുപോലെ മായയാകുന്ന തിരശീല കൊണ്ട് മറയപ്പെട്ടവനും ഇന്ദ്രിയജ്ഞാനങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്തവനുമായിട്ടുള്ള അങ്ങയെ മായാദൃഷ്ടിയിലൂടെ നോക്കുന്ന എന്നെപ്പോലെയുള്ള അജ്ഞകൾക്ക് എങ്ങനെയാണ് ഭഗവാനെ അറിയാൻ കഴിയുക എന്ന് ചോദിക്കുകയാണ്. കാരണം ഞങ്ങളൊക്കെ മായ കൊണ്ട് മൂടപ്പെട്ടവരാണ്. അങ്ങനെയുള്ള ഞങ്ങൾക്ക് എങ്ങനെയാണ് ഭഗവാനെ അങ്ങയുടെ പരമാർത്ഥ സ്വരൂപത്തെ അറിയാൻ കഴിയുക?
ഞാൻ ഒന്നും അറിയാത്തവളാണ്, വെറും അജ്ഞയാണ്. അതാണോ ഭഗവാൻ അറിയാൻ കഴിയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാരണം മനസ്സെപ്പോഴും നിർമ്മലമാക്കി തീർത്തിട്ടുള്ള പരമഹംസന്മാരായിട്ടുള്ള മുനിമാർക്ക് പോലും ഭഗവാനെ ശരിയായ വിധത്തിൽ അറിയാൻ കഴിയുന്നില്ല. അപ്പോൾ പിന്നെ ഒരു സാധാരണക്കാരിയായിട്ടുള്ള എൻ്റെ അവസ്ഥ, എൻ്റെ കഥ എവിടെയാണ് എന്ന് ചോദിക്കുകയാണ്. കാരണം അങ്ങ് അറിവാകുന്ന സ്വരൂപത്തോടു കൂടിയിട്ടുള്ളവനാണ്. അതുകൊണ്ടാണ് അറിവിന് വിഷയമാകാത്തത്. അറിവ് തന്നെ ജ്ഞാനസ്വരൂപനാണ് അങ്ങ്, അറിവ് തന്നെ സ്വരൂപത്തോടു കൂടിയവനാണ്. അതുകൊണ്ട് അറിവിന് വിഷയമല്ല. അപ്രകാരമുള്ള പരമഹംസന്മാർക്ക് തന്നിൽ ഭക്തിയോഗം ഉണ്ടാക്കാനായിട്ട് അവതരിച്ചവനായിട്ടുള്ള അങ്ങയുടെ വാസ്തവ സ്വരൂപം സാധാരണക്കാരായ പാവങ്ങളായിട്ടുള്ള സ്ത്രീകളായ ഞങ്ങൾ എങ്ങനെയാണ് ഭഗവാനെ അറിയുക? ഒരു വിധത്തിലും അങ്ങയെ അറിയാൻ കഴിയില്ല എന്നുള്ളത് എനിക്കറിയാം. എന്നാലും ഹേ ഭഗവാനെ, അങ്ങയെ എങ്ങനെ സന്തോഷിപ്പിക്കണം എന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ അങ്ങ് സന്തോഷിക്കണം എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും അങ്ങയെ സന്തോഷിപ്പിക്കുന്നതിനുള്ള ഒരു വിദ്യ എനിക്ക് നന്നായിട്ടറിയാം. അത് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെന്താണ്? നമസ്കരിക്കുക. ഭഗവാന്റെ ഏതെങ്കിലും നാമം ചൊല്ലി നമസ്കരിക്കുക എന്നുള്ളത് ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഉപായമാണ്. ആർക്കും ചെയ്യാവുന്ന, പണ്ഡിത പാമര ഭേദമില്ലാതെ, ദരിദ്ര ധനിക ഭേദമില്ലാതെ ആർക്കും ചെയ്യാവുന്ന ഭഗവത് പ്രീതിക്കുള്ള ഏറ്റവും സരളമായിട്ടുള്ള അനുഷ്ഠാനമാണ് ഭഗവാനെ നമസ്കരിക്കുക. അതുകൊണ്ടാണ് തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി ആ ക്ഷേത്രത്തിൽ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ആ ഭഗവാനെ നമസ്കരിക്കുക. ഇനി അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പൂജാമുറിയിലാണെങ്കിലും അവിടെ ഒരു ദീപം തെളിയിച്ച് ആ ഭഗവാനെ ഒന്ന് നമസ്കരിച്ച് നമ്മുടെ ജോലികൾക്ക് പോവുക. തീർച്ചയായിട്ടും ആ ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അതാണ് ഇവിടെ കുന്തിദേവിയും പറയുന്നത്, ഭഗവാനെ അങ്ങയെ പ്രസാദിപ്പിക്കുന്നതിനുള്ള, അങ്ങയുടെ അനുഗ്രഹം ലഭ്യമാകുന്നതിനുള്ള വഴി എന്താണ് എന്ന് എനിക്കറിയാം, അത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കുന്തിദേവി ഭഗവാനെ നമസ്കരിക്കുകയാണ്. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാഘ്രയേ. ഭഗവാനെ, ഒന്നും അറിയാത്തവളാണെങ്കിൽ കൂടി ഞാൻ നമസ്കാരത്തിലൂടെ അങ്ങയെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. വസുദേവരുടെ പുത്രനായിട്ടുള്ള ദേവകിയെ സന്തോഷിപ്പിക്കുന്നവനായ നന്ദഗോപരുടെ വളർത്തുമകനായിരിക്കുന്ന വേദവാക്യങ്ങളെ കൊണ്ടുപോലും പ്രാപിക്കാൻ കഴിയാത്തവനെന്നും അല്ലെങ്കിൽ കഴിയുന്നവനും എന്നും പറയാം. അങ്ങനെ വേദവാക്യങ്ങളെ കൊണ്ട് പ്രാപിക്കാൻ കഴിയുന്ന, അതാണ് ഗോവിന്ദൻ എന്ന് പറയുന്നത്. ഗോശബ്ദത്തിന് വേദമെന്നർത്ഥമുണ്ട്, ഗോശബ്ദത്തിന് പശു എന്ന അർത്ഥമുണ്ട്. ഗോക്കളെ പാലിക്കുന്നവൻ, ഇന്ദ്രിയങ്ങളുടെ നിയന്താവായിരിക്കുന്ന, ഗോശബ്ദത്തിന് ഇന്ദ്രിയങ്ങളെന്നർത്ഥമുണ്ട്. ഇന്ദ്രിയങ്ങളുടെ നിയന്താവായിരിക്കുന്ന, അന്തര്യാമി ആയിരിക്കുന്ന ആ ഭഗവാൻ, വേദവാക്യങ്ങളെ കൊണ്ട് പ്രാപിക്കാൻ കഴിയുന്നവനായിട്ടുള്ള ഭഗവാൻ. എന്നാൽ വേദങ്ങളിലൂടെ പോലും അന്ധക്കരണ ശുദ്ധിയില്ലാത്തവർ വേദവാക്യങ്ങളെ കൊണ്ട് അന്വേഷിച്ചാലും ലഭ്യമാകാത്തവനായിട്ടുള്ള ഭഗവാൻ. അങ്ങനെയുള്ള ഹേ ഗോവിന്ദ, അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ആ കുന്തിദേവി നിറകണ്ണുകളോട് കൂടിയിട്ട്, കാരണം അവരിലുള്ളതായിട്ടുള്ള ആ ഭാവം അടക്കി വയ്ക്കാൻ കഴിയുന്നില്ല. കാരണം തൻ്റെ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിലും ഉള്ളതായിട്ടുള്ള ആ ഭഗവാന്റെ കാരുണ്യം, ഭഗവാന്റെ വാത്സല്യം, അനുഗ്രഹം ഓരോ നിമിഷവും അനുഭവിച്ചവളാണ് കുന്തിദേവി. അതുകൊണ്ട് തന്നെ ഗദ്ഗദകണ്ഠയായിട്ട്, അല്ലെങ്കിൽ ആ കുന്തിദേവി ഹൃദയം അലിയുന്ന തരത്തിൽ ആ ഭാവം വ്യക്തമാക്കിക്കൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നു, പ്രപഞ്ചത്തിന് കാരണമായിട്ടുള്ള താമരപ്പൂവ് നാഭിയിലുള്ള പത്മനാഭനായിട്ടുള്ള ഹേ ഭഗവാനെ, അങ്ങേക്ക് നമസ്കാരം. താമരപ്പൂ മാലയണിഞ്ഞവനും ചെന്താമര കണ്ണനായിരിക്കുന്നവനും താമരപ്പൂ പോലെ മൃദുല കോമളങ്ങളായിട്ടുള്ള പാതാരവിന്ദങ്ങളോട് കൂടിയവനുമായിരിക്കുന്ന ഹേ ഭഗവാനെ, നിന്തിരുവടിക്ക് എൻ്റെ നമസ്കാരം. എന്നിട്ട് പറയാണ്, യഥാ ഋഷികേശ ഖലേന ദേവകി
കംസേന രുദ്ധാതിചിരം ശുചാർപ്പിത വിമോചിതാഹം ച സഹാത്മജാ വിഭോ ത്വയൈവ നാഥേന മുഹുർവിപദ്ഗണാത്. ഇന്ദ്രിയങ്ങളുടെയൊക്കെ നേതാവായിരിക്കുന്ന ഹേ ഭഗവാനെ, വാസ്തവത്തിൽ സ്വന്തം അമ്മയായിരിക്കുന്ന ദേവകിക്ക് നൽകിയതിനേക്കാൾ കൂടുതൽ പരിഗണന എനിക്ക് അങ്ങ് തന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. സ്വന്തം അമ്മയാണ് ദേവകി. പക്ഷേ ആ ദേവകിയെ ദുഷ്ടനായിട്ടുള്ള കംസൻ കാരാഗൃഹത്തിലടച്ചു. എന്നിട്ട് എത്രയെത്ര കഷ്ടപ്പാടുകളാണ് അനുഭവിപ്പിച്ചത്. ദേവകിയുടെ 6 പുത്രന്മാരെയും കംസൻ കൊന്നു. അന്നൊന്നും അവിടുന്ന് ദേവകിയെ രക്ഷിച്ചില്ല. മറിച്ച് അവതരിച്ച് 11 വർഷങ്ങൾക്ക് ശേഷമാണ് കംസനെ കൊന്ന് ദേവകിക്ക് ആ ദുഃഖത്തിൽ നിന്ന് മോചനം നൽകിയത്. അതും ഒരൊറ്റ പ്രാവശ്യം മാത്രമാണ്. ദേവകിയുടെ കുട്ടികളെ ഒന്നും രക്ഷിച്ചുമില്ല. എന്നാൽ സ്വന്തം അമ്മയോട് പോലും കാണിക്കാത്ത അത്രയും സ്നേഹവാത്സല്യങ്ങളല്ലേ ഭഗവാനെ അങ്ങ് എന്നോട് കാണിച്ചിട്ടുള്ളത്. എന്നെയും എൻ്റെ പുത്രന്മാരെയൊക്കെ എത്ര പ്രാവശ്യമാണ് അങ്ങ് മരണത്തിൽ നിന്നും അല്ലെങ്കിൽ അതിനേക്കാൾ വലിയതായിട്ടുള്ള ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷിച്ചിരിക്കുന്നത്. കാരണം ഞാൻ ആരുമില്ലാത്തവളാണ് എന്നുള്ളത് അങ്ങേക്കറിയാം. എനിക്ക് ആശ്രയിക്കാൻ ആരുമില്ല എന്നുള്ളത് ഭഗവാനെ അങ്ങേക്കറിയാം. അതുകൊണ്ടല്ലേ എനിക്ക് എപ്പോഴെല്ലാം വ്യഥകൾ ഉണ്ടാകുന്നുണ്ടോ, ദുഃഖം ഉണ്ടാകുന്നുണ്ടോ, അപ്പോൾ ഒക്കെ വന്ന് എന്നെ ആശ്വസിപ്പിച്ചതും എൻ്റെ ദുഃഖത്തിൽ എന്നെ തലോടി എൻ്റെ മനസ്സിന് കുളിർമ നൽകിയിട്ടുള്ളതും അതുകൊണ്ടല്ലേ ഭഗവാനെ. കാരണം ദേവകിക്ക് തൻ്റെ സങ്കടം പറയാനും ഒരു ആശ്രയമായിട്ടും വസുദേവരുണ്ടായിരുന്നു. എനിക്ക് ആരാളുള്ളത്? ഞാൻ അനാഥയല്ലേ. അതുകൊണ്ടല്ലേ ഭഗവാനെ അനാഥനാഥനായിരിക്കുന്ന അങ്ങ് സ്വന്തം അമ്മയിൽ പോലും കാണിക്കാത്ത കാരുണ്യത്തോടെ എന്നെയും എൻ്റെ മക്കളെയൊക്കെ വീണ്ടും വീണ്ടും രക്ഷിച്ചത്. അങ്ങയുടെ ആ കാരുണ്യം അനുഭവിച്ച എല്ലാ സന്ദർഭങ്ങളെയൊന്നും എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്നില്ല. കാരണം അത്രയധികം തവണ അങ്ങ് എന്നെ രക്ഷിച്ചിട്ടുണ്ട്, എന്നെ സഹായിച്ചിട്ടുണ്ട്, എനിക്ക് അഭയം നൽകിയിട്ടുണ്ട്. എന്നാലും അതിൽ ചില കാര്യങ്ങൾ ഞാനൊന്ന് ഓർക്കട്ടെ എന്ന് പറഞ്ഞ് കുന്തിദേവി തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ആ ഭഗവാന്റെ അനുഭവങ്ങൾ ലഭ്യമായിട്ടുള്ള ചില കാര്യങ്ങളെ ഓർക്കുകയാണ്. വിഷന്മഹാഗ്നേ പുരുഷാദർശനാത് അസൽസഭായ വനവാസകൃച്ഛ്രത മൃധേനേക മഹാരഥാസ്ത്രതോ ദ്രൗണ്യത്രതശ്ചാസ്മ ഹരേഭിരക്ഷിത. തൻ്റെ ജീവിതത്തിൽ വന്നതായിട്ടുള്ള ഓരോ സന്ദർഭങ്ങളെയും കുന്തിദേവി ഒന്ന് ഓർത്ത് അതിനെ ഒന്ന് സ്മരിക്കുകയാണ് ചെയ്യണത്. വിഷാദ് വലിയൊരു കാര്യം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുര്യോധനൻ ഭീമസേനന് വിഷം കൊടുത്തു. അതിന് കാരണം പാണ്ഡവരിൽ ദുര്യോധനോടായിരുന്നു ഏറ്റവും പക. പാണ്ഡവരിൽ ഭീമസേനോടായിരുന്നു ദുര്യോധനന് ഏറ്റവും പകയുണ്ടായിരുന്നത്. കാരണം ഭീമസേനൻ ആരോഗ്യമുള്ളവനാണ്. തൻ്റെ സഹോദരങ്ങളെ ദുര്യോധനാദികൾ ഉപദ്രവിക്കുന്ന സമയത്ത് ഭീമസേനന് പെട്ടെന്ന് ദേഷ്യവും വരും. നന്നായിട്ട് ഭീമസേനൻ അവരെ ഉപദ്രവിക്കുകയും ചെയ്യും. എന്നാൽ ഭീമനോട് പിടിച്ചു നിൽക്കാൻ അവർക്ക് ആർക്കും സാധിക്കില്ല. സഹോദരങ്ങളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി എന്ത് സാഹസത്തിനും മുതിരുന്ന ആളാണ് ഭീമസേനൻ. ഭീമസേനൻ്റെ കായിക ശക്തിയുടെ മുമ്പിൽ ഈ ദുര്യോധനാദികളൊക്കെ നിഷ്പ്രഭരായി തീരാറുണ്ട്. അങ്ങനെയാണ് ഒരു ദിവസം ഈ ഭീമസേനനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. ഭീമസേനൻ ഇത്തിരി ഭക്ഷണപ്രിയനായതുകൊണ്ട് ഒരു ദിവസം അവരൊരു ജലക്രീഡയ്ക്കൊക്കെ തീരുമാനിച്ച് ഈ രാജകുമാരന്മാരെല്ലാവരും കൂടി പോകുന്നു ഗംഗയിലേക്ക്. അവിടെ വെച്ച് ഭീമസേനന് ആഹാരത്തിൽ വിഷം കലർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ വിഷം കൊടുത്തു എന്ന് മാത്രമല്ല, വിഷം കലർന്ന ഭക്ഷണം കഴിച്ച് മറ്റുള്ളവരുടെ കൂടെയൊക്കെ ആ ജലക്രീഡയിൽ മുഴുകുന്നുണ്ട്. ആ വിഷത്തിൻ്റെ പ്രഭാവം ക്രമേണ ഭീമസേനനെ ബാധിച്ചു. അദ്ദേഹം ആ ഗംഗയിൽ ഒരു കയത്തിൽ മുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഭീമസേനനെ ദുര്യോധനൻ കെട്ടിത്താഴ്ത്തി എന്ന് പറയാം. അങ്ങനെ ആ ഭീമസേനൻ താഴ്ന്നു പോയി ആ കയത്തിലൂടെ പോയിട്ട് പാതാളത്തിലെത്തുകയാണ്. പാതാളത്തിലെത്തി അല്ലെങ്കിൽ നാഗലോകത്തെത്തുകയാണ്. അവിടെ നാഗങ്ങൾ ഭീമസേനനെ കടിച്ചു. ഭീമസേനൻ്റെ വലിയ ശരീരവും അവരുടെ ലോകത്ത് ഏതോ ഒരു ജീവി വന്നതായി കണ്ട് ആ സർപ്പങ്ങളെല്ലാം കൂടി വന്ന് ഭീമസേനനെ കടിക്കുന്നുണ്ട്. ഭീമസേനനെ കടിച്ചതോടുകൂടി ഭീമസേനൻ്റെ ശരീരത്തിലേക്ക്
നാഗങ്ങളുടെയൊക്കെ വിഷം കയറി, നല്ല വിഷമുള്ള സർപ്പങ്ങളാണ് അവിടെയുള്ളത്. ആ വിഷം കയറിയതോടു കൂടിയിട്ട് ആൻറ്റിവെനം എന്നുള്ള രീതിയിൽ അത് പ്രവർത്തിക്കാൻ തുടങ്ങി. കാരണം ഭീമസേനൻ്റെ ശരീരത്തിൽ നേരത്തെ വിഷമുണ്ടായിരുന്നു. ആ വിഷത്തെ ഈ സർപ്പങ്ങൾ കടിച്ചതായിട്ടുള്ള വിഷം നിർവീര്യമാക്കിയ സമയത്ത് ഇപ്പോൾ ഭീമസേനന് ബോധം തിരിച്ചു കിട്ടി. ബോധം തിരിച്ചു കിട്ടിയതായിട്ടുള്ള ആ ഭീമസേനൻ അവിടെയുള്ള സർപ്പങ്ങളൊക്കെ ഓടിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ കുറേ ബഹളമായി തീർന്നു. ബഹളം കേട്ട് വാസുകി അവിടെ വരുന്നുണ്ട്. നാഗരാജാവാണ് അവിടുത്തെ വാസുകി. വാസുകി വന്നപ്പോൾ ഇത് പാണ്ഡവനായിരിക്കുന്ന ഭീമസേനനാണ് എന്ന് മനസ്സിലായി. അദ്ദേഹത്തെ വളരെ ആദരവോട് കൂടിയിട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ട് വേണ്ട സൽക്കാരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സൽക്കാരങ്ങളൊക്കെ ചെയ്ത് ഭീമസേനന് അവിടെയുള്ളതായിട്ടുള്ള നാഗലോകത്തെ ഉത്കൃഷ്ട പാനീയമായിരിക്കുന്ന നാഗരസം കൊടുക്കുകയാണ്. ഭീമസേനോട് പറയുന്നുണ്ട്, അങ്ങേക്ക് ഭാവിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ഈ നാഗരസം അങ്ങേക്ക് വളരെയധികം പ്രയോജനം ചെയ്യും എന്ന് പറഞ്ഞിട്ട് നാഗരസം സൂക്ഷിച്ചിരിക്കുന്നതായിട്ടുള്ള ആ ഭാഗത്തേക്ക് ഭീമനെ കൊണ്ടുപോയിട്ട് പറഞ്ഞു, അങ്ങേക്ക് ഇഷ്ടമുള്ളത്ര കുടിച്ചോളൂ എന്ന് പറയണം. അപ്പോൾ അത് ഭരണികളിലാക്കി വെച്ചിട്ടുണ്ട് അവിടെ. അങ്ങനെ ഭീമസേനാണല്ലോ ആള്, അദ്ദേഹം ഈ നാഗരസം എടുത്ത് കുടിക്കാൻ തുടങ്ങി. കാരണം ഇതൊക്കെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമല്ലേ പറ്റൂ. അതുകൊണ്ട് ഭീമസേനൻ ഓരോ പാത്രങ്ങളായി, ഓരോ കുടങ്ങളായി എടുത്ത് കുടിക്കാൻ തുടങ്ങി. അങ്ങനെ 8 കുടം നാഗരസമാണ് ഭീമസേനൻ സേവിക്കുന്നത്, അല്ലെങ്കിൽ ഭീമസേനന് കുടിക്കാൻ കൊടുക്കുന്നത്. അങ്ങനെ 8 കുടം നാഗരസം സേവിച്ചതോടു കൂടിയിട്ട് പിന്നെ വയ്യാതെയായി, ക്ഷീണിച്ചു, മത്തനായി. ദേവലോകത്തെ അമൃത് പോലെ തന്നെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഈ നാഗലോകത്തുള്ള നാഗരസം. അങ്ങനെ ഈ നാഗരസം കഴിച്ച് മത്തനായിട്ടുള്ള ഭീമസേനൻ ഉറക്കം വന്ന് അവിടെ കിടന്ന് ഉറങ്ങി, അല്ലെങ്കിൽ ഉറങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. ഈ നാഗരസത്തിൻ്റെതായിട്ടുള്ള ആ പ്രഭാവം കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ദഹിക്കാനുള്ള പ്രയാസം കൊണ്ട് 8 ദിവസമാണ് തുടർച്ചയായിട്ട് ഭീമസേനൻ ഉറങ്ങിയത്. അദ്ദേഹത്തിന് യാതൊരു ശല്യവുമില്ലാതെ ഉറങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും വാസുകി ചെയ്തു കൊടുത്തു. 8 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉറക്കമുണർന്ന് എഴുന്നേറ്റു. എഴുന്നേറ്റ സമയത്ത് 10,000 ആനകളുടെ കരുത്തുള്ള ഭീമസേനനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ നാഗരസത്തിൻ്റെ പ്രഭാവം കൊണ്ട് 10,000 ആനകളുടെ ശക്തിയുള്ളവനായിട്ട് തീർന്നു എന്നുള്ളതാണ്. വിഷം കൊടുത്ത് വെള്ളത്തിൽ കെട്ടിത്താഴ്ത്തപ്പെട്ടതായിട്ടുള്ള ഭീമൻ 8-ാം ദിവസം 10,000 ആനകളുടെ ശക്തിയുള്ളവനായിട്ടാണ് തിരിച്ചു വരുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിലോ, ഈ തിരിച്ചു വരുന്നതിന് മുമ്പ് കുന്തിദേവി ഭീമസേനനെ കാണാതെ ദുഃഖിക്കുന്നുണ്ട്. അവരോടൊക്കെ ചോദിച്ചു, മറ്റുള്ളവരോട് ചോദിച്ചു, യുധിഷ്ഠിരനോടും മറ്റുള്ളവരോടൊക്കെ ചോദിക്കുന്നുണ്ട്, എവിടെയാണ് ഭീമൻ, എവിടെ എന്ന് ചോദിച്ചു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഗംഗയിൽ കുളിക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, പിന്നെ കാണാനില്ല എന്നുള്ളതാണ്. ആ അമ്മയുടെ ദുഃഖം ആരോട് പറയും? കാരണം തന്നെ സഹായിക്കാൻ ആരും, ഒരു വിതുരനുണ്ട്, ഒരു ഭീഷ്മ പിതാമഹനുണ്ട്. ഭീഷ്മരാണെങ്കിൽ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് തീരുമാനമില്ലാത്ത രീതിയിൽ നിൽക്കുന്ന ഒരാൾ. വിതുരനാണ് ഒരു സഹായിയായിട്ടുള്ളത്. അദ്ദേഹത്തിനാണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് സാമർഥ്യമൊന്നുമില്ല. പിന്നെ ആരോട് പോയിട്ട് സങ്കടം പറയും? ഭഗവാനെ വിളിച്ച് കരയാനല്ലാതെ ആ അമ്മയ്ക്ക് ഒന്നും കഴിയില്ല. അങ്ങനെ തൻ്റെ മകനെക്കുറിച്ച് അന്വേഷിച്ച് നീറി അങ്ങനെ കഴിയണം. ദിവസങ്ങളങ്ങനെ നീങ്ങിപ്പോയി. 8 ദിവസം കഴിഞ്ഞു. 8 ദിവസം കഴിഞ്ഞിട്ടാണ് ഭീമസേനൻ തിരിച്ചു വരുന്നത്. ആ നാഗങ്ങളെല്ലാം കൂടി ഗംഗയിൽ എവിടെയാണോ മുങ്ങിയത് ആ ഭാഗത്ത് കൊണ്ടുവിട്ടു. അപ്പോൾ 8 ദിവസം മുമ്പ് ഗംഗയുടെ കയത്തിൽ താഴ്ന്നു പോയതായിട്ടുള്ള ഭീമസേനൻ 8 ദിവസം കഴിഞ്ഞാണ് കയറി വരുന്നത്. വെറുതെയല്ല, 10,000 ആനകളുടെ കരുത്തുള്ള ഭീമസേനായിട്ടാണ് തിരിച്ചു വരുന്നത്. ഇവിടെ കുന്തിദേവി പറയുന്നത്, ഭഗവാനെ, വെള്ളത്തിൽ മുങ്ങി കാണാതായ ഒരാൾ 8 ദിവസത്തിന് ശേഷം ആ വെള്ളത്തിൽ നിന്ന് തിരിച്ച് കരകയറി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ?
ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് അത് ഭഗവാന്റെ അപാരമായിട്ടുള്ളൊരു കാരുണ്യമാണ് എന്നുള്ളതാണ്. അല്ലാതെ ലോകത്ത് എവിടെയെങ്കിലും സംഭവിക്കുമോ ഭഗവാനെ? അപ്പോൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചതായിട്ടുള്ള എൻ്റെ പുത്രനെ തിരിച്ചു തന്നത് അങ്ങ് മാത്രമാണ്. അതുപോലെ തന്നെ ഉണ്ടായിട്ടുള്ള മറ്റൊരു കാര്യമാണ് മഹാഗ്നി. പണ്ട് അരക്കില്ലത്തിൽ വെച്ചിട്ട് എന്നെയും എൻ്റെ കുട്ടികളെയും ഒക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അരക്കില്ലത്തിലിട്ട് ചുട്ടുകൊല്ലുന്നതിന് വേണ്ടിയിട്ട് ദുര്യോധനൻ എല്ലാ ഏർപ്പാടുകളും ചെയ്തു. എന്നാൽ ആ അരക്കില്ലത്തിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴി ഒരുക്കിയത് അങ്ങയുടെ കാരുണ്യം മാത്രമാണ്. ഭഗവാൻ പറഞ്ഞതിനനുസരിച്ചിട്ടാണല്ലോ പിന്നീട് അവിടെ അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അങ്ങയുടെ കാരുണ്യം മാത്രമാണ്. ഇനി അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ട് എത്തിച്ചേർന്നത് എവിടെയാണ്? മനുഷ്യരെ കൊന്നു തില്ലുന്നതായിട്ടുള്ള ആ ഹിഡുംബന്റെ വായിലേക്കാണ്. ഹിഡുംബനെ ഭീമസേനന് കൊല്ലാൻ കഴിഞ്ഞത് അതും അങ്ങയുടെ അനുഗ്രഹമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭഗവാനെ, മഹാശക്തനായിട്ടുള്ള ആളാണ് ഹിഡുംബൻ. ആ ഹിഡുംബനെ ഭീമസേനൻ കൊല്ലുന്നുണ്ട്. അതും അങ്ങയുടെ അപാരമായിട്ടുള്ളൊരു കാരുണ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനുശേഷം ഏകചക്രയിൽ താമസിക്കുന്ന സമയത്ത് അവിടെ ആ ഗ്രാമവാസികളെ മുഴുവൻ ഭയപ്പെടുത്തി വിറപ്പിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു ബഗൻ എന്ന് പറയുന്ന അസുരൻ. ആ ബകാസുരനെ കൊല്ലാൻ വേണ്ടിയിട്ട് ചോറ് കൊണ്ടുപോയതും മറ്റുമൊക്കെ കഥ നമ്മൾ മഹാഭാരതത്തിൽ കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ ആ അതിശക്തനായിട്ടുള്ള ബകാസുരനെ കൊല്ലാൻ കഴിഞ്ഞതും ഭീമസേനന് അവനെ കൊല്ലാൻ കഴിഞ്ഞതും അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയല്ലേ ഭഗവാനെ? അല്ലാതെ ആർക്കെങ്കിലും സാധിക്കുമോ? ഇങ്ങനെയൊക്കെ അങ്ങ് എത്രയോ സന്ദർഭങ്ങൾ മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. ഇനി മരണത്തിനേക്കാളും ഭയാനകമായിട്ടുള്ള, അല്ലെങ്കിൽ മരണത്തേക്കാൾ കൂടി ശ്രേഷ്ഠമായിട്ടുള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടി അപാരമായിട്ടുള്ള വലിയൊരു ആപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയുണ്ടായി. അതെപ്പോഴായിരുന്നു? ഞങ്ങളുടെ കുലവധുവായിട്ടുള്ള പാഞ്ചാലിയെ നിറഞ്ഞ സഭയിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്യാൻ ദുര്യോധനനും ദുശാസനനും കൂടി ഒരുങ്ങിയതായിട്ടുള്ള സന്ദർഭം. കൃഷ്ണ ഭഗവാനെ, അത് ഓർക്കാൻ കൂടി വയ്യ ഇപ്പോൾ എന്നുള്ളതാണ്. ആ പാഞ്ചാലിയുടെ വസ്ത്രം നിറഞ്ഞ സഭയിൽ വെച്ച് ഏകവസ്ത്രയായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ആ പാഞ്ചാലിയെ പിടിച്ചു കൊണ്ടുവന്ന് നിറഞ്ഞ സഭയിൽ വെച്ചിട്ട് ദുശാസനൻ വസ്ത്രാക്ഷേപം ചെയ്ത് അപമാനിക്കാൻ ഒരുങ്ങിയ സമയത്ത് പാഞ്ചാലിയുടെ വസ്ത്രങ്ങൾ അവസാനിക്കാത്ത രീതിയിലാക്കി തീർത്ത് അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചില്ലേ ഭഗവാനെ? പാഞ്ചാലിയെ മാത്രമല്ല, മൊത്തം സ്ത്രീ സമൂഹത്തെ അവിടുന്ന് രക്ഷിച്ചില്ലേ ഭഗവാനെ? കഴിയാത്ത രീതിയിലുള്ള വസ്ത്രം കൊടുത്ത് മരണത്തിലേക്കാളും വലിയ ആപത്തല്ലേ, അത്രയും വലിയ അപമാനത്തിൽ നിന്നല്ലേ അന്ന് ഞങ്ങളെ രക്ഷിച്ചത്? ഇങ്ങനെ വനവാസക്കാലത്ത് പാണ്ഡവർക്കെല്ലാം നേരിടേണ്ടി വന്നതായിട്ടുള്ള ഏതെല്ലാം തരത്തിലുള്ള ആപത്തുകളുണ്ടായിരുന്നു, അതിനൊക്കെ ആ സമയത്ത് ഭഗവാനെ അങ്ങ് ഞങ്ങളെ രക്ഷിക്കുകയുണ്ടായി. പിന്നെ അവസാനം ഇതാ ഈ ഭാരത യുദ്ധത്തിൽ ഏതെല്ലാം തരത്തിലുള്ള മഹാരഥന്മാരാണ് വന്നിട്ടുള്ളത്. ആർക്കും തടുക്കാൻ കഴിയാത്ത പല തരത്തിലുള്ള ദിവ്യാസ്ത്രങ്ങളും ദിവ്യ ആയുധങ്ങളൊക്കെയാണ് അവർ ഞങ്ങളുടെ നേരെ, അല്ലെങ്കിൽ പാണ്ഡവരുടെ നേരെ പ്രയോഗിച്ചിട്ടുള്ളത്. അവിടുന്നൊക്കെ അങ്ങ് രക്ഷിച്ചു. ഇപ്പോൾ അത് അവസാനം ഈ അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും അങ്ങ് രക്ഷിക്കുകയുണ്ടായി. ദ്രൗണ്യസ്ത്രശ്ചാസ്മഹരേഭിരക്ഷിത. ആ അശ്വത്ഥാമാവ് അയച്ചതായിട്ടുള്ള അസ്ത്രത്തിൽ നിന്നും ഇതാ ഞങ്ങളുടെ വംശത്തെ രക്ഷിച്ചു. ജഗദ്ഗുരുവായിരിക്കുന്ന ഹേ ഭഗവാനെ, ഞാനിനി അങ്ങയോട് ഒരു വരം ആവശ്യപ്പെടുകയാണ്. ഇതിനു മുമ്പ് ആരും ആവശ്യപ്പെടാത്തതും ഒരുപക്ഷെ ഭാവിയിൽ ആരും ഇനി ചോദിക്കാൻ സാധ്യതയില്ലാത്തതുമായിട്ടുള്ള ഒരു വരമാണ് ഭഗവാനെ ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ചോദിക്കാൻ നിൽക്കുന്നത്. വേറെ ഒന്നുമല്ല. എന്താ അത്? ഭഗവാനെ, ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും ആപത്തുകൾ ഉണ്ടായിക്കോട്ടെ ഭഗവാനെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആപത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങ് അനുഗ്രഹിച്ചോളൂ എന്ന് അവിടെ പറയുന്നു. വിപദ സന്തുന ശശ്വത്
തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യത് സ്യാത് അപുനർഭവദർശനം. അതുകൊണ്ടാണ് കുന്തിദേവി അവിടെ പറയുന്നത്, ലോകത്തൊരു പക്ഷേ ഇന്ന് വരെ ആരും ചോദിക്കാത്തതും ഇനിമേലിൽ ആരും ചോദിക്കാൻ സാധ്യതയില്ലാത്തതുമായിട്ടുള്ള വരമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. എല്ലാവരും ആപത്തുകളെ നീക്കണം, കഷ്ടകാലത്തെ ഒഴിവാക്കണം എന്നൊക്കെയാണ് പ്രാർത്ഥിക്കാറുള്ളത്. അല്ലാതെ ഭഗവാന്റെ മുമ്പിൽ പോയിട്ട് ആരും ഭഗവാനെ എനിക്ക് ആപത്ത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാറില്ല. എന്നാൽ കുന്തിദേവി പറയുന്നത്, ഞങ്ങൾക്ക് ആപത്തുകൾ ഉണ്ടായിക്കോട്ടെ ഭഗവാനെ, വീണ്ടും വീണ്ടും വന്നോട്ടെ എന്ന് പറയുകയാണ്. അത് തൻ്റെ അനുഭവത്തിൽ നിന്ന് കുന്തിദേവി പറയുന്നൊരു കാര്യമാണ്. കാരണം ജീവിതത്തിൽ ഇന്ന് വരെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എപ്പോഴെല്ലാം ജീവിതത്തിൽ ആപത്തുകൾ വന്നിട്ടുണ്ടോ, ക്ലേശങ്ങൾ വന്നിട്ടുണ്ടോ, ആ സമയത്തൊക്കെ ആപത് ബാന്ധവനായിട്ടുള്ള അങ്ങ് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. ആ ആപത്തുകളിൽ നിന്നൊക്കെ അനായാസം പ്രയാസമില്ലാതെ തന്നെ ഞങ്ങൾ അങ്ങ് രക്ഷിച്ചിട്ടുണ്ട്. ഭഗവാനെ ഏതാപത്ത് വരുമ്പോഴും ആ ആപത് ഘട്ടങ്ങളിലൊക്കെ ഞങ്ങളുടെ കൂടെ വന്ന് എല്ലാ ആപത്തുകളെയും നീക്കി ഞങ്ങളെ സംരക്ഷിക്കാൻ അങ്ങ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഭഗവാനെ ആപത്തിന് ഭയപ്പെടുന്നത്? ജീവിതത്തിൽ ദുഃഖങ്ങൾ അനുഭവിച്ച് ക്ലേശങ്ങൾ അനുഭവിച്ച് ഇപ്പോൾ ആപത്തുകളെ ഭയമില്ലാത്തതായിട്ടുള്ള ഒരു സന്ദർഭം അല്ലെങ്കിൽ ഒരു നില മനസ്സിന് വന്നു ചേർന്നു. കാരണം ആപത്ത് വരുമ്പോൾ ആപത് ബാന്ധവനായിട്ടുള്ള കൃഷ്ണൻ കൂടെയുണ്ട് എന്നുള്ളത് ബോധ്യം വന്ന ആളാണ് കുന്തിദേവി. ഒരു വല്ലാത്ത ഭാവമാണത്. ആപത്തിന് ഭയപ്പെടാതിരിക്കുക. നമ്മളിപ്പോൾ ആപത്തുകളെയും ക്ലേശങ്ങളെയൊക്കെ ഭയപ്പെട്ടിട്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ആപത്തിനെ അല്ല നമ്മളിപ്പോൾ ദുഃഖിക്കുന്നത്, ആപത്ത് വരുമോ എന്ന് ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ കുന്തിദേവി ആവട്ടെ ആപത്ത് വരുമ്പോഴും അതിനെ നേരിടുന്ന ആളാണ്. കാരണം അതിനെപ്പോലും ഭയപ്പെടുന്നില്ല. ലോകത്ത് അങ്ങനെയാണല്ലോ, ഭയക്കാൻ തയ്യാറുള്ളവനെ ഭയപ്പെടുത്താൻ ആളുകളുണ്ടാവും. എന്നാൽ ഒന്നിൻ്റെ മുമ്പിലും ഭയപ്പെടാൻ തയ്യാറല്ലാത്ത ഒരാളെ ആർക്കും ഭയപ്പെടുത്താൻ സാധിക്കില്ല. സാക്ഷാൽ അന്തകന് പോലും ഭയപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇവിടെ കുന്തിദേവി അവരുടെ ആ ഒരു ഉറച്ച മനസ്ഥിതി വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ആപത്ത് വരട്ടെ ഭഗവാനെ, കാരണം ആപത്ത് വരുമ്പോൾ ആപത് ബാന്ധവനായിട്ടുള്ള അങ്ങയുടെ ദർശനവും അനുഗ്രഹവും ഒക്കെ ഉണ്ടായിട്ട് ഞാൻ ആപത്തുകളെ തരണം ചെയ്യാറുണ്ട്. പിന്നെ എന്തിന് ഞാൻ ആപത്തിനെ ഭയപ്പെടണം എന്നാണ് കുന്തിദേവിയുടെ പ്രാർത്ഥന. മാത്രമല്ല, ഓരോ ആപത്ത് വരുമ്പോഴും ഞങ്ങളുടെ അഹങ്കാരം കുറഞ്ഞു വരാനും മനസ്സ് ആത്മസ്വരൂപനായിട്ടുള്ള ഭഗവാനോട് അടുക്കാനും ഇടയായിത്തീരും. അങ്ങനെയുള്ള ആപത്തുകൾ ഉണ്ടായിക്കോട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയണു, നല്ല കുലത്തിലുള്ള ജനനം, ഐശ്വര്യം, ശാസ്ത്ര പഠനം, സമ്പത്ത്, ഇതൊക്കെ കൊണ്ടൊക്കെ അഹങ്കരിക്കുന്ന മനുഷ്യന് എല്ലാം ഉപേക്ഷിച്ചവർക്ക് മാത്രം പ്രാപ്യനായിട്ടുള്ള അങ്ങയെപ്പറ്റി പറയാൻ പോലും തോന്നില്ല. അതുകൊണ്ട് തന്നെ ഭഗവാനിൽ നിന്ന് അകറ്റുന്നതായിട്ടുള്ള സമ്പത്തല്ല, അങ്ങയോട് അടുപ്പിക്കുന്നതായിട്ടുള്ള ആപത്താണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുകയാണ്. കാരണം സമ്പത്തും ഐശ്വര്യമൊക്കെ ഉണ്ടാവുമ്പോൾ ഈശ്വരനെ മറക്കാറാണല്ലോ പതിവ്. ആപത്ത് വരുമ്പോൾ ഈശ്വരനെ ഓർമ്മിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കുന്തിദേവി പറയണു, എനിക്ക് ഈശ്വര സാമീപ്യം നൽകുന്ന ആപത്തുകളാണ് നല്ലത്. കാരണം ആപത്ത് വരുമ്പോൾ എപ്പോഴും അഹങ്കാരമില്ലാതെയായി തീരും, ഭഗവത് ഭക്തി ഉണ്ടാവും, ഭഗവാന്റെ അനുഗ്രഹവും ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്ന് ഇവിടെ പറയുകയാണ്. സ്തുതി കുറച്ചുകൂടിയുണ്ട്. ആ ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഹരി ഓം.